തടയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന വികാര പ്രകടനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനെയാണ് പർവ്വതീകരിച്ചത്. അതാ കാര്യം. ഒരു പ്രകടനം നടക്കുകയാണല്ലോ. പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രകോപനം, ആ പ്രകോപനം കണ്ടാൽ മതി. അല്ലാണ്ട് ഷാഫിയെ തടയേണ്ട കാര്യം എന്താ ഉള്ളത്? ഇപ്പോൾ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കിട്ടണം നിങ്ങൾക്ക്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തില് നമ്മളിങ്ങനെ വെറുതെ ആവശ്യപ്പെടുന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നടപടിയിലേക്ക് മറ്റെന്ത് നടപടിയാന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ വരാം. ഇതെന്താ ഈ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ, ഇവൻ രാജിവെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ശാസ്ത്രീയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഞങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഉദ്ദേശമില്ല. ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ തന്നെയാണ് പറഞ്ഞത്, കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. കാരണം ഞങ്ങളുടെ മുൻകൈയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം തീരുമാനിക്കേണ്ടത്? അവരല്ലേ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിലും നല്ല സമ്മർദ്ദം ഉയർന്നു വന്നു കോൺഗ്രസ് നിന്ന് തന്നെ. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ശക്തിയായ സമ്മർദ്ദം ഉയർന്നു വന്നപ്പോൾ അവരുടെ ഉൾപ്പെടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നീക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ആദ്യ ഭാഗം അതാണ്. പക്ഷെ അങ്ങനെയൊന്നും കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ പോകുന്നതല്ല. നല്ലപോലെ ജനരോഷം ഈ കേരളത്തിലുടനീളം ആരുടെയും മനസ്സിൽ നിന്ന് പോകാത്ത രീതിയിൽ തുടരും. ഇപ്പോഴും തന്നെ ഉണ്ട്, അതിനിയും തുടരും. പക്ഷേ ഈ റിപ്പോർട്ടർ ടിവി ആക്രമിച്ച സംസ്ഥാന സെക്രട്ടറി നിതിൻ മോഹനെ അല്പസമയം മുമ്പ് പോലീസ് പിടിച്ചു, തമ്പാനൂർ വെച്ച്. MLA ഹോസ്റ്റലിൽ ഒളിവിൽ കഴിയാൻ വേണ്ടി വരികയാണ്. അതേ, ഒളിത്താവളങ്ങൾ ഉണ്ടാക്കിയിട്ട് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അതൊരു കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറയുന്നത് വലിയ കാര്യമില്ല. ഇതൊരു ക്രിമിനൽ സംഘമാണ്. 10-50 ആളുകൾ, അല്ലെങ്കിൽ 20-28 ആളുകൾ എന്തും ചെയ്യുന്നതിന് മടിയില്ലാതെ ഒരു സെറ്റ്. അതാണ് ഇവിടെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടികളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു ചുരുക്കം. റിപ്പോർട്ടർ ടിവിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്നപ്പോൾ മാധ്യമ മേഖലയിൽ നിന്നുണ്ടാവേണ്ടുന്ന അതിശക്തിയായിട്ടുള്ള ഒരു പ്രതിഷേധം വേണ്ടേ? എന്തേ നിങ്ങൾ പ്രതിഷേധിക്കാതെ? ഇന്ന് റിപ്പോർട്ടർ ടിവിക്കെതിരായിട്ട് നാളെ ഓരോന്നിനെതിരായിട്ട് വരും. ഏതെങ്കിലും ഒരു ചാനലോ ഏതെങ്കിലും ഒരു മാധ്യമമോ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നുവെന്ന് കേരളത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കില്ല. കോർപ്പറേറ്റ് താല്പര്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും പ്രവർത്തകരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. പിണറായി സർക്കാരിന് കൂടുതൽ പിന്തുണ എന്നുള്ളത് NSSന്റെ പല നേതാക്കൾ പറയുന്നു. സമദൂര നിലപാടിൽ മാറി ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സ്ഥിതിക്ക് എൽഡിഎഫിന് കൂടുതൽ അനുകൂലമായ നിലപാട് വരുന്നുണ്ടോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാം ടേമിലേക്കുള്ള ഞങ്ങളുടെ യാത്രയല്ലേ ഒരു നവകേരളം സൃഷ്ടിക്കാൻ. അതിന് നല്ല പിന്തുണ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഇനിയും ശക്തിയായിട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത്.